വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഹോം മെയ്ഡ് ബണ്ണിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബണ്ണ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം 2 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് കുറുക്കിയെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ചേർക്കുമ്പോൾ ഈ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയിട്ടെടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ഈസ്റ്റിന് ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് എപ്പോഴും എടുക്കുമ്പോൾ കുറേ നാൾ വാങ്ങി വെച്ച് കുറേ നാൾ ചൂടൊക്കെ കൊണ്ട് ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഈ മാവ് പൊങ്ങി വരില്ല. അപ്പോൾ ഈസ്റ്റ് എപ്പോഴും എടുക്കുമ്പോൾ നല്ല ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ പാൽപ്പൊടി ചേർക്കുമ്പോൾ ഈ ബണ്ണിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈസ്റ്റിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ കുറുക്കി വെച്ചിരുന്ന മാവ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു സ്റ്റിക്കി ഡോ ആണ് വേണ്ടത്. ഞാനൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടോട്ടൽ ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം വേണം. ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഞാൻ എടുത്തു വെച്ചിരുന്ന 1/4 കപ്പ് വെള്ളവും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് അയച്ചെടുക്കണം. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആണ്. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് മൈദയോ അല്ലെങ്കിൽ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ തടവിയിട്ട് നല്ലതുപോലെ ഇത് നീഡ് ചെയ്തെടുക്കണം. ഈ മാവ് നല്ലതുപോലെ നീഡ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഈ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറിന് പകരം ഓയിൽ ഉപയോഗിച്ചാലും മതി. ഈ ബട്ടർ ചേർക്കുമ്പോൾ കറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ കിട്ടും ബണ്ണ്. നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കാം. ഈ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി 1 മണിക്കൂറെങ്കിലും
നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഡബിളായി കിട്ടും. കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇത് ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഈ അളവിൽ ഒരു ചെറിയ ബണ്ണാണെങ്കിൽ ഒരു 12 ബണ്ണ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ഓരോന്നും എടുത്തിട്ട് ബോളാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതെപ്പോഴും ബേക്ക് ചെയ്യുന്ന ട്രേയിൽ വെക്കുമ്പോൾ കുറച്ച് അകലം ഇട്ടിട്ട് വേണം വെക്കാൻ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് വലുതായി വരും. അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് അകലം ഇട്ടിട്ട് വെക്കണം. ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് ഒന്നും കൂടെ ഡബിളായി വന്നിട്ടുണ്ട്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനി 15 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്. എൻ്റെ ഓവനിൽ 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ ബണ്ണെല്ലാം ബേക്കായി കിട്ടും. ഈ ബണ്ണെല്ലാം ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബണ്ണും ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഈ ബേക്ക് ചെയ്ത ബണ്ണിൻ്റെ മുകളിലായിട്ട് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. മെൽറ്റ് ചെയ്ത ബട്ടറാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ. ഇനി ഇത് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ബണ്ണും ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കണം. ബണ്ണെല്ലാം ബേക്ക് ചെയ്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയാണ്. ഇതിൽ നിന്ന് ഞാൻ ഒരു ബണ്ണ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്